ചോരയാണ് ഛർദ്ദിച്ചത്. ഒടുവിൽ കുടൽമാല വരെ പുറത്തു വരുന്ന അവസ്ഥയാണ് അനുഭവിച്ചത്. വ്യാജവൈദ്യന്റെ ചികിത്സയിൽ നിന്ന് സലിംകുമാർ കഷ്ടിച്ചാണ് അന്ന് രക്ഷപ്പെട്ടത്. കുറച്ചുനാൾ മുന്നേ വ്യാജവൈദ്യന്മാരുടെ ചികിത്സയിൽ സലിംകുമാറിന് സംഭവിച്ച ദുരനുഭവങ്ങൾ അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂമോണിയയും തുടർന്നുണ്ടായ ഹൃദയാഘാതവും കാരണം അദ്ദേഹം നമ്മെ വിട്ടു പോകുമ്പോൾ വെറും 56 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായമെന്ന് ഓർക്കണം. മരണം ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മുൻപ് അദ്ദേഹം കടന്നുപോയ ആ വലിയ വേദനകളെക്കുറിച്ചും വ്യാജ ചികിത്സകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പേടി മൂലവും ജീവിക്കാനുള്ള അതിയായ കൊതി കൊണ്ടുമാണ് അന്ന് അദ്ദേഹം വൈദ്യരുടെ ചികിത്സയ്ക്ക് വിധേയനാവേണ്ടി വന്നത്. തനിക്ക് സംഭവിച്ചത് ഇനി മറ്റാർക്കും സംഭവിക്കരുത് എന്ന വലിയൊരു സന്ദേശം നൽകാനാണ് അദ്ദേഹം ആ കാര്യങ്ങൾ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്. പലരും ലിവർ ട്രാൻസ്പ്ലാന്റിന് ശേഷവും അതിനു മുൻപുമുള്ള സംഭവമൊക്കെ പറയാറുണ്ട്. എന്നാൽ പലരും ആശുപത്രികളിൽ എത്തിച്ചേരുന്നത് അവസാന നിമിഷങ്ങളിലാണ്. മരണം തൊട്ടു മുന്നിൽ കാണുമ്പോഴാണ് ഭൂരിഭാഗം പേരും ആശുപത്രിയിലേക്ക് ഓടുന്നത്. അതുവരെ ഇവർ എവിടെയായിരുന്നു എന്ന വലിയൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സാധാരണയായി മഞ്ഞപ്പിത്തം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ഏതെങ്കിലും വൈദ്യരെ കണ്ട് പൊടിമരുന്ന് കഴിക്കാറാണ് പതിവ്. കൂടുതൽ ആളുകളും ഇങ്ങനെയുള്ള വൈദ്യന്മാരെയാണ് ആദ്യം കൂടുതലും ആശ്രയിക്കുന്നത്. സലിംകുമാറും അന്വേഷിച്ചപ്പോൾ മഞ്ഞപ്പിത്തത്തിന് വൈദ്യർ കൊടുത്ത മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് അറിഞ്ഞു. എന്നാൽ എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യർ കൊടുത്ത മരുന്നുകൊണ്ട് മാറില്ലെന്നും വൈദ്യർ കൊടുത്ത മരുന്നുകൊണ്ട് മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറുമെന്നും അദ്ദേഹം പിന്നീട് തിരിച്ചറിഞ്ഞു. മഞ്ഞപ്പിത്തം പലവിധമുണ്ടെന്നും അത് പല വൈദ്യന്മാരുടെയും പരിധിക്കപ്പുറമാണെന്നും ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. താൻ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചത് മറ്റാരും അനുഭവിക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അസുഖമാണെന്നറിഞ്ഞപ്പോൾ തന്റെ അവസ്ഥയ്ക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്നാൽ അതിന് തയ്യാറാകാതെ അദ്ദേഹം മറ്റു വഴികൾ തേടി. ഒറ്റപ്പാലത്ത് ക്യാൻസർ വരെ മാറ്റുന്ന നിർമ്മല നന്ദഗിരി എന്നൊരു വൈദ്യനുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ച് അവർ അവിടെ എത്തി. 51 ദിവസം നിലം പരണ്ട എന്നൊരു മരുന്ന് കഞ്ഞിയിലിട്ട് കുടിച്ചാൽ അസുഖം മാറുമെന്ന് വൈദ്യർ ഉറപ്പു നൽകി. 51 501 ദിവസം ആ മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറിയില്ല. ഒടുവിൽ വൈദ്യരെ വിളിച്ചപ്പോൾ തനിക്ക് ക്യാൻസർ 4ാം സ്റ്റേജിലെത്തി ആശുപത്രിയിലാണെന്നാണ് ആ വൈദ്യർ തന്നെ പറഞ്ഞത്. ക്യാൻസറിന് ചികിത്സിച്ച വൈദ്യന്റെ അവസ്ഥ അതായിരുന്നു. പിന്നീട് ജീവിക്കാനുള്ള മോഹം കൊണ്ടും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പേടി കൊണ്ടും ചേർത്തലയിലുള്ള മോഹനൻ വൈദ്യർ എന്നയാളുടെ അടുത്തുപോയി. ഈ അസുഖത്തിന് ഇംഗ്ലീഷിൽ മരുന്നില്ലെന്ന് പറഞ്ഞ അയാൾ കുറെ മരുന്നുകൾ എഴുതി കൊടുത്തു. ആ മരുന്ന് കഴിച്ചപ്പോൾ ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. മകനെ കൊണ്ട് വൈദ്യരെ വിളിപ്പിച്ചപ്പോൾ അകത്തുള്ള ചോര പുറത്തു പോകാൻ ചെറിയ മരുന്ന് അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നായിരുന്നു മറുപടി. പക്ഷേ ആ മരുന്ന് കഴിച്ച് അകത്തുള്ള ചോര മാത്രമല്ല കുടൽമാല വരെ പുറത്തുവെത്തുന്ന അവസ്ഥയായി. വീണ്ടും വിളിച്ചപ്പോൾ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ ആ വൈദ്യർ പിന്നീട് ഫോൺ എടുത്തതേയില്ല. ഇത്തരത്തിൽ നിരവധി വ്യാജ വൈദ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മുടെ അവസ്ഥയെല്ലാം കൂടുതൽ വഷളാക്കും. ജീവിക്കാനുള്ള കൊതി കൊണ്ട് മനുഷ്യർ കാണിക്കുന്ന പരക്കം പാച്ചിലുകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഈ ദുരനുഭവങ്ങൾ ആ വലിയ കലാകാരൻ നമ്മളോട് പറഞ്ഞിട്ട് അധിക കാലമായില്ല. ഇപ്പോൾ 56ാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ ന്യൂമോണിയയും ഹൃദയാഘാതവുമാണ് മരണകാരണമായി പറയുന്നതെങ്കിലും അന്നത്തെ ആ വ്യാജ ചികിത്സകളും മരുന്നുകളും അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെ എത്രത്തോളം തകർത്തിട്ടുണ്ടാകുമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നല്ല ആരോഗ്യവാനായി കണ്ടിരുന്ന അദ്ദേഹം പെട്ടെന്ന് മെലിഞ്ഞു ശോഷിച്ച അവസ്ഥയിലായത് നമ്മൾ കണ്ടതാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അന്നത്തെ ആ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൂടിയാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തെ ഇത്ര പെട്ടെന്ന് തളർത്തിയത്. തനിക്ക് പറ്റിയ അബദ്ധം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് എല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പ് നൽകിയാണ് ചിരിയുടെ ആ തമ്പുരാൻ വിടവാങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സലിംകുമാർ, ആ കണ്ണീരും വേദനകളും ഇനിയില്ല. താങ്കൾ ഞങ്ങൾക്ക് നൽകിയ ചിരികൾക്കും ഓർമ്മപ്പെടുത്തലുകൾക്കും നന്ദി.